വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ മത്തായി രചിച്ച യേശുവിന്റെ സുവിശേഷം, അധ്യായം 9, 27 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ. അന്ധർക്ക് കാഴ്ച നൽകുന്നു. യേശു അവിടെ നിന്ന് കടന്നു പോകുമ്പോൾ 2 അന്ധന്മാർ, ദാവീദിന്റെ പുത്ര, ഞങ്ങളിൽ കനിയണമേ എന്ന് കരഞ്ഞപേക്ഷിച്ചുകൊണ്ട് അവനെ അനുഗമിച്ചു. അവൻ ഭവനത്തിലെത്തിയപ്പോൾ ആ അന്ധന്മാർ അവന്റെ സമീപം ചെന്നു. യേശു അവരോട് ചോദിച്ചു, എനിക്ക് ഇത് ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ഉവ്വ് കർത്താവേ എന്ന് അവർ മറുപടി പറഞ്ഞു. നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവരുടെ കണ്ണുകളിൽ സ്പർശിച്ചു. അവരുടെ കണ്ണുകൾ തുറന്നു. ഇത് ആരും അറിയാനിടയാകരുത് എന്ന് യേശു അവരോട് കർശനമായി നിർദ്ദേശിച്ചു. എന്നാൽ അവർ പോയി അവന്റെ കീർത്തി നാടെങ്ങും പരത്തി. ദൈവത്തിന്റെ ദർശനങ്ങളും മനുഷ്യന്റെ ചിന്താഗതിയും. സുവിശേഷ ഗ്രന്ഥങ്ങളിൽ കൂടെ നാം ഒന്ന് കണ്ണോടിക്കുമ്പോൾ ചില കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് തെളിഞ്ഞു വരുന്നതായിട്ട് കാണാൻ സാധിക്കും. അതിലൊന്നാണ് യേശു സ്വയമായിട്ട് വിളിക്കാൻ കൂടുതൽ ആഗ്രഹിക്കുന്ന, ഇഷ്ടപ്പെടുന്ന നാമധേയം മനുഷ്യപുത്രൻ എന്ന സംജ്ഞയാണ് എന്നിരിക്കെ, മറ്റുള്ളവർ യേശുവിനെ വിളിക്കാൻ കൂടുതൽ യേശു ഇഷ്ടപ്പെടുന്നതായിട്ടുള്ള നാമധേയം ദാവീദിന്റെ പുത്രൻ എന്ന് തന്നെ അഭിസംബോധന ചെയ്യുന്നതായിരിക്കും എന്ന ഒരു വസ്തുത സുവിശേഷത്തിൽ നിന്ന് തെളിഞ്ഞു വരുന്നതായിട്ട് നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. എന്തുകൊണ്ടാണത് എന്ന് ചോദിച്ചാൽ, യേശുവിന്റെ ജനനത്തെ സംബന്ധിച്ച് ഉള്ള ദൈവത്തിന്റെ ദൂതന്റെ ആദ്യത്തെ വിളംബരത്തിൽ തന്നെ ഈ ദാവീദ് രാജാവിനെ പറ്റി ശ്രദ്ധേയമായ പരാമർശങ്ങളുണ്ട്. ദാവീദിന്റെ ഗോത്രത്തിലും വംശത്തിൽ നിന്നും ആയിരിക്കും ലോകത്തിന്റെ രക്ഷകനായിട്ട് പിറക്കാൻ പോകുന്ന യേശു എന്ന് വിളിക്കപ്പെടുന്ന ആ ശിശു ജനിക്കാൻ ഇടവരിക എന്നുള്ളത് ആ ദൂതന്റെ ആദ്യത്തെ പ്രസ്താവനയിൽ തന്നെ നമുക്ക് വ്യക്തമാണ്. എന്നല്ല, ഈ യേശുവിന്റെ വളർത്തുപിതാവാകാൻ നിയോഗിക്കപ്പെട്ട ഔസേപ്പിനെ തന്നെ അഭിസംബോധന ചെയ്യുന്നത് ദാവീദിന്റെ പുത്രനായ യോസേപ്പ് എന്ന രീതിയിലാണ് സുവിശേഷത്തിൽ വലിയ പ്രാധാന്യത്തോടു കൂടെ പരാമർശിക്കുന്നതായിട്ട് നാം കാണുക. ഇന്ന് ഒരു വസ്തുത നാം മനസ്സിലാക്കുമ്പോൾ, യേശു തന്റേതായിട്ടുള്ള തനിമയും ആധികാരികതയും വെളിപ്പെടുത്താൻ ദാവീദിന്റെ പുത്രൻ എന്ന സംജ്ഞ കൂടുതൽ അർത്ഥപൂർണമായി തീരുന്നു എന്നുള്ളതാണ് വസ്തുത. ഇന്നത്തെ സുവിശേഷത്തിൽ തന്നെ 2 അന്ധന്മാർ യേശുവിന്റെ സാന്നിധ്യത്തിലാണ് തങ്ങളെന്ന് മനസ്സിലാക്കിയപ്പോ യേശുവിനെ ഉടനെ തന്നെ അഭിസംബോധന ചെയ്യുകയാണ്, ദാവീദിന്റെ പുത്ര, ഞങ്ങൾ കനിയണമേ. അവരുടെ മനസ്സിലും അപ്പോ ആഴത്തിലുള്ള ഒരു അവബോധം യേശു ആരാണെന്നും യേശു എന്തിനാണ് ലോകത്തിലേക്ക് വന്നിരിക്കുന്നത് എന്നും ഒക്കെ അവ്യക്തത നിറഞ്ഞതാണെങ്കിൽ തന്നെ ഒരു അവബോധം ആ അന്ധന്മാരുടെ മനസ്സിൽ പോലും ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് അവര് ദാവീദിന്റെ പുത്ര, ഞങ്ങൾ കനിയണമേ എന്ന് യേശുവിനോട് പറയാനിടവരുന്നത്. യേശു അവരുടെ വസ്തുനിഷ്ഠമായിട്ടുള്ള ആ ചിന്താരീതിയും അല്പം ആഴത്തിലുള്ള ബോധ്യങ്ങളും കണ്ടിട്ട് കൂടി ആയിരിക്കണം അവരുടെ അറിവും അവരുടെ അനുഭവങ്ങളും അവയിൽ നിന്നുണ്ടാകുന്ന വിശ്വാസത്തിന്റെ ആഴങ്ങളും കൂടുതൽ നിരീക്ഷിക്കുകയും പരീക്ഷിക്കുകയും ചെയ്യുന്നതിന് വേണ്ടി കൂടിയാകണം യേശു പ്രത്യക്ഷത്തിൽ അവരോട് ഉത്തരവൊന്നും നൽകുന്നില്ല. അന്നത്തെ യേശുവിന്റെ പ്രവർത്തനങ്ങളൊക്കെ അവസാനിപ്പിച്ച് യേശു വീട്ടിലേക്ക് മടങ്ങിയാണ്. എന്നാൽ മുമ്പ് സൂചിപ്പിച്ച ഈ അന്ധന്മാർ യേശുവിനെ അനുധാവനം ചെയ്ത് യേശു താമസിക്കുന്ന സ്ഥലത്ത് ചെല്ലുന്നു. അവിടെ ചെന്നിട്ടും ആ അന്ധന്മാർ യേശുവിനെ അഭിസംബോധന ചെയ്യുന്നത് ദാവീദിന്റെ പുത്ര എന്ന് വിളിച്ചുകൊണ്ടാണ്. യേശു അവരുടെ ആഴത്തിലുള്ള ചിന്താരീതിയുടെ തനിമ കണ്ട് സന്തുഷ്ടനായിട്ട് ആയിരിക്കണം യേശു അവരോട് ചോദിക്കുന്നു, എന്താ നിങ്ങൾക്ക് വേണ്ടത്? അവർ ഉടനെ തന്നെ മറുപടി പറയുന്നു, ഞങ്ങൾക്ക് കാഴ്ച ലഭിക്കണം. യേശു വീണ്ടും അവരെ പരീക്ഷിക്കുകയാണ്. നിങ്ങൾക്ക് കാഴ്ച തരാൻ എനിക്ക് സാധിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അവരുടെ അറിവ്
ഉപരിപ്ലവമായിട്ടുള്ളതാണോ അതോ വസ്തുനിഷ്ഠമായിട്ട് അവർ വിശ്വസിക്കുന്ന യാഥാർത്ഥ്യമാണോ എന്ന് പരീക്ഷിച്ചറിയാൻ വേണ്ടി കൂടിയായിരിക്കണം യേശു അവരോട് ആ ചോദ്യം ചോദിക്കുന്നത്. ഉടനെ അതിന് മറുപടി എന്ന വിധത്തിൽ അന്ധന്മാർ പറയുന്നു, കർത്താവേ, അങ്ങേക്ക് അതിന് സാധിക്കുമെന്ന് ഞങ്ങൾക്കറിയാം. ഉടനെ ഉത്തരവുമായിട്ട് യേശു പ്രതിവചിക്കുന്നു, നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങൾക്ക് സംഭവിക്കട്ടെ. തുടർന്ന് ഉണ്ടാകുന്ന സംഭവങ്ങള് വീണ്ടും നമ്മുടെ ശ്രദ്ധ പിടിച്ച് പറ്റേണ്ടതാണ്. ദൈവത്തിന്റെ ദർശനങ്ങളും ഇത്രയും ആഴത്തിലുള്ള അറിവും അനുഭവങ്ങളും അതിന്റെ ഫലമായിട്ടുള്ള വിശ്വാസവും ഉണ്ടായിട്ടുള്ള ഈ അന്ധന്മാരുടെ പ്രവർത്തനങ്ങളും രണ്ടും ഒരു ദിശയിൽ കൂടിയല്ല പോകുന്നത്. ദൈവത്തിന്റെ ദർശനങ്ങളും മനുഷ്യന്റെ ചിന്താരീതികളും രണ്ടും രണ്ട് ദിശയിൽ കൂടി നീങ്ങുന്നതായിട്ട് നാം കാണുന്നു. യേശു പറയുന്നു, ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് ചെയ്തു തന്ന ഈ സഹായം ലോകം അറിയണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ സഹായം ലഭിച്ച അന്ധന്മാർ വിചാരിക്കുന്നത് ഇത് ലോകത്തെ മുഴുവനും അറിയിക്കേണ്ടത് തങ്ങളുടെ കടമയാണ് എന്ന ചിന്തയിലാണ് അവരുടെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. രണ്ടും വ്യത്യാസപ്പെട്ട ദിശയിൽ കൂടി പോകുന്നു. ഇത് സുവിശേഷത്തിൽ മറ്റു പല അവസരങ്ങളിൽ നമുക്ക് കാണാം. യേശു തന്നെ അത് വ്യക്തമാക്കുന്നുണ്ട് ശിഷ്യപ്രമുഖനായ പത്രോസിനോട്. നീ വെറും മാനുഷികമായിട്ട് ചിന്തിക്കുന്നു, ദൈവികമായിട്ടുള്ള ചിന്ത നിന്നിൽ അശേഷമില്ല, അതുകൊണ്ടാണ് നീ ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് പത്രോസിനോട് പറയുന്നു. ഇത് സംഭവിക്കാനിടയുണ്ട് എന്ന് മനുഷ്യൻ മനസ്സിലാക്കി മനുഷ്യന്റെ ചിന്താരീതിയിൽ വരുത്തേണ്ട മാറ്റങ്ങള് ജീവിതത്തിന്റെ പ്രക്രിയകൾ കൂടെ അത് വരുത്തി ദൈവത്തിന്റെ ദർശനമായിട്ട് മനുഷ്യൻ വിലയം ചേരേണ്ടതുണ്ട്, അതാണ് മനുഷ്യന്റെ ധർമ്മം എന്ന ഒരു യാഥാർത്ഥ്യ ബോധത്തിലേക്ക് മനുഷ്യൻ വളരേണ്ടതുണ്ട്. അതാണ് മനുഷ്യന്റെ മുമ്പിൽ വയ്ക്കപ്പെട്ടിരിക്കുന്ന വലിയ ഒരു വെല്ലുവിളി എന്ന സത്യം ഗ്രഹിച്ചെടുക്കുക എന്നതല്ലേ ഇന്നത്തെ സുവിശേഷത്തിലെ ഒളിച്ചു വച്ചിരിക്കുന്ന സന്ദേശം എന്ന് നമുക്ക് ഗ്രഹിക്കാം എന്ന് തോന്നുന്നു.